ആക്ച്വലി നമ്മളൊന്ന് ഓൾ മൈ സൺസിന്റെ കുറച്ച് നോട്ട്സ് മാത്രമായിട്ട് അത് ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി ഇതിന്റെ കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതില് മെയിൻ ആയിട്ടൊരു ബിസിനസ്മാന്റെ കഥയാണ് പറയുന്നത്. അതായത് ജോ കെല്ലർ എന്ന് പറഞ്ഞിട്ടൊരു ബിസിനസ്മാൻ ഉണ്ട്. അയാൾക്കൊരു ഫേം ഉണ്ട്, അതായത് അയാൾ നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട്. അതിന്റെ പേരാണ് JO കെല്ലർ ആൻഡ് സൺ എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ ഇയാൾക്ക് കൂടെ പാർട്ട്ണർഷിപ്പ് ചെയ്യുന്നൊരു വ്യക്തിയുണ്ട്. അതായത് ബിസിനസ്സിൽ എപ്പോഴും ഒരു പാർട്ട്ണർ കൂടി ഉണ്ടാവുമല്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ അതിലൊരാളാണ് സ്റ്റീവ് ഡീവർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ കേട്ടോ. ഇയാളുടെ വൈഫിന്റെ പേര് കെയ്റ്റ് എന്നാണ്. പിന്നെ ലാരി ക്രിസ് എന്നാണ് ഈ രണ്ട് മക്കളുടെ പേര്. അതായത് കെയ്റ്റിന്റെയും ജോ കെല്ലറുടെയും മക്കളുടെ പേര് ലാരി ആൻഡ് ക്രിസ് എന്നാണ് കേട്ടോ. പാർട്ട്ണർ സ്റ്റീവ് ഹാസ് എ സൺ ജോർജ് ആൻഡ് ഡോട്ടർ ആൻ. അതായത് ഒരു സണ്ണുണ്ട്, അതുപോലെ തന്നെ ഒരു ഡോട്ടർ ഉണ്ട്, ഒരു മകനും ഒരു മകളും ഉണ്ട്. ജോർജും ആൻ എന്നാണ് പറയുന്നത്. ആൻ എന്ന് പറയുന്നത് ലാരിയുമായിട്ട് എൻഗേജ്ഡ് ആണ്. അതായത് ജോ കെല്ലറിന്റെ കൂടെ ഒരു പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്. അയാളുടെ മകനും തമ്മിൽ, അതായത് അവരുടെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എൻഗേജ്ഡ് ആണ്. ദ ടു ഫാമിലീസ്, ഡോക്ടർ ജിം ബെയിലേഴ്സ് വിത്ത് ഹിസ് വൈഫ് സ്യൂ ആൻഡ് ബ്രെറ്റ് ആൻഡ് ഫ്രാങ്ക് ലൂബി വിത്ത് ഹിസ് വൈഫ് ലിഡിയ ലിവിങ് ദ നൈബർഹുഡ്. ഇതിൽ എപ്പോഴും ഒരു കണക്ഷൻ വരും ലിറ്ററേച്ചറിൽ. അതായത് ഇങ്ങനെ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ട് ആയിട്ട് ഇതിലിങ്ങനെ കാണിക്കൂട്ടോ. ദ സെറ്റിംഗ് ഓഫ് ദി പ്ലേസ് ഇൻ ദി ബാക്ക് യാർഡ് ഓഫ് ജോ കെല്ലേഴ്സ് ഹൗസ്. അതായത് ജോ കെല്ലറിന്റെ ഹൗസിലാണ് ഈ സെറ്റിംഗ് എന്ന് പറയുന്നത് ഉള്ളത്. പിന്നെ ജോ ഗെറ്റ്സ് എ കോൺട്രാക്ട് ഓഫ് ദ സപ്ലൈ ഓഫ് സിലിണ്ടർ ഹെഡ് ഓഫ് P-40 എയർക്രാഫ്റ്റ്. അതായത് ജോയ്ക്ക് ഒരു കോൺട്രാക്ട് കിട്ടുകയാണ്. അപ്പോൾ ഇതിൽ വന്നിട്ട് ഈ ഓർഡർ പെട്ടെന്ന് അർജന്റായിട്ട് സെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഈ പ്രൊഡക്റ്റിൽ കാണുമ്പോൾ ഒരു പ്രശ്നം വന്നിട്ട് 120 സിലിണ്ടർ ഹെഡ്സിൽ മൈനർ ക്രാക്സ് ആണ് കിടക്കുന്നത്. അതായത് വിള്ളൽ വന്ന് കിടക്കുകയാണ്. ദി സിലിണ്ടർ ഹെഡ്സ് ആർ നോട്ട് ഫിറ്റ് ഫോർ യൂസ് ആൻഡ് ഹെൻസ് കനോട്ട് ബി സപ്ലൈഡ്. അതായത് ഇത് യൂസ് ചെയ്യാനും പറ്റില്ല, സപ്ലൈ ചെയ്യാനും പറ്റില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പൊ ജോ എന്ന് പറയുന്നത് ഇവർ ഫാക്ടറിയിൽ വർക്ക് ചെയ്യില്ല. അപ്പൊ സ്റ്റീവും ഇവിടെ ഉണ്ട്, ജോവും ആ ഫാക്ടറിയിൽ ഉണ്ട്. അപ്പൊ ഈ ജോ ഇവരോട് ഇങ്ങനെ ചോദിക്കുകയാണ്, അതായത് എന്ത് ചെയ്യും, ജോവിനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, സ്റ്റീവ് ചോദിക്കുകയാണ് എന്ത് ചെയ്യും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇതില് ഫോണിലൂടെ അഡ്വൈസ് ചെയ്ത് പറയാണ്, അതായത് റിപ്പയർ ചെയ്യൂ, ക്രാക്സ് റിപ്പയർ ചെയ്യൂ, അതുപോലെ തന്നെ കോൺട്രാക്റ്റിനെ നമ്മളല്ലെങ്കിൽ എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. ഹി സ്റ്റേറ്റ്സ് ദാറ്റ് ഹി വിൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി സംതിങ് ഹാപ്പൻസ്. അതായത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി മുഴുവനും ഇയാൾക്ക് വരും എന്നാ പറയുന്നത്. ഇതിൽ 21 യങ് പൈലറ്റ്സ് ആണ് എയർ ക്രാഷിൽ മരിച്ചിരിക്കുന്നത്. സിലിണ്ടർ ഹെഡ്സിന്റെ ഡിഫക്ട്സ് കാരണം ആ ക്രാക്ക് വന്നതുകൊണ്ട് 21 പൈലറ്റ്സ് ആണ് അതിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇനി ജോ ആൻഡ് സ്റ്റീവ് ആർ ഫൗണ്ട് ഗിൽട്ടി. അതായത് ജോവും സ്റ്റീവും ഇതിൽ സ്വയം തോന്നുന്നത് അവർക്കൊരു ഗിൽട്ട് ഫീലിംഗ് ആണ്. അതുപോലെ തന്നെ കോർട്ടിൽ പിന്നെ ഇവരുടെ പ്ലീ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് കോർട്ടിൽ ഒരു അപ്പീൽ കൊടുത്തിട്ട് പോലും അവരുടെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ലാരി പറയുന്നത് ഒരു എൽഡർ സൺ ആട്ടോ, ജോവിന്റെ എൽഡർ സൺ ആണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ലാരി വന്നിട്ട് ചെയ്യുന്നൊരു കാര്യം, അതായത് റിയാലിറ്റി ഓഫ് ഹിസ് ഫാദർ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതിൽ ലാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതായത് പൈലറ്റ് ലാരി ഒരു പൈലറ്റ് ആണല്ലോ, അയാൾ പോയിട്ട് റിപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്നിട്ട് ലാസ്റ്റ് ഇയാൾ പോയി സൂയിസൈഡ് ചെയ്യും, ലാരി പോയിട്ട് സൂയിസൈഡ് ചെയ്യും കേട്ടോ. അങ്ങനെ കഥ വരുന്നത് കേട്ടോ. എന്നിട്ട് ആൻ ഇവന്റെ കമ്പാനിയൻ ആണല്ലോ, അപ്പൊ പോയിട്ട് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതും. ഇയാളുടെ സൂയിസൈഡിന് മുമ്പ് ഒരു ലെറ്റർ അങ്ങ് എഴുതി കൊടുക്കും. എന്നിട്ട് ആനും ബ്രദർ ജോർജും സ്റ്റീവും വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവരുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാണ്. എന്തോ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്തത് അത് ബ്രേക്ക് ആയിട്ട് പോവുക കേട്ടോ. പിന്നെ ജോർജ് ലോ പഠിക്കാനായിട്ട് പോവാണ്. അതുപോലെ തന്നെ ലോയർ ആവാൻ വേണ്ടിയിട്ടാണ് പഠിക്കാൻ പോകുന്നത് ജോർജ്. പിന്നെ ആൻ ബിഗിൻസ് ടു ലവ് ക്രിസ്. പിന്നെ ആന് ക്രിസ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയോട് ഇഷ്ടം തോന്നുകയാണ്. ക്രിസ് ആരാണ്, ലാരിയുടെ അനിയനാണ്. പിന്നെ അതുപോലെ തന്നെ കെയ്റ്റ് കെല്ലർ എന്ന് പറഞ്ഞിട്ട് ഒരാളെ വിസിറ്റ് ചെയ്യാണ്. അതാരാ കെയ്റ്റ് കെല്ലർ എന്ന് പറയുന്നത്, ജോ കെല്ലറിന്റെ ഭാര്യ കേട്ടോ. സ്റ്റിൽ കൺസിഡേഴ്സ് ഹർ ദ വുഡ് ബി വൈഫ് ഓഫ് ഹർ സൺ ലാരി ആസ് ഷീ ഈസ് നോട്ട് അവെയർ ഓഫ് ദ ഡെത്ത് ഓഫ് ഹർ സൺ. പക്ഷേ ഈ കെയ്റ്റ് കെല്ലർ വന്നിട്ട് മകൻ മരിച്ച കാര്യം പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഷീ സ്റ്റിൽ ബിലീവ്സ് ദാറ്റ് ഹി വിൽ കം ആൻഡ് ഓൾസോ മേക്സ് അതർ ബിലീവ് സോ. ആൻഡ് ആപ്പിൾ ട്രീ ഈസ് പ്ലാന്റഡ് ഇൻ ദി മെമ്മറി ഓഫ് ലാരിയുടെ മരണത്തിന്റെ ആ ഒരു ഓർമ്മ എന്ന് പറയുന്ന പോലെ അവിടെ ഒരു ആപ്പിൾ ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കെയ്റ്റ് വന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഫ്രാങ്കിനോട്
പ്രിപ്പയർ ആയിരിക്കാൻ, അതായത് ലാരിയുടെ ഹൊറോസ്കോപ്പ് വെച്ചിട്ട് പ്രിപ്പയർ ആയിരിക്കാൻ പറയാണ്. പിന്നെ ക്രിസും, അതായത് ലാരിയുടെ അനിയൻ ക്രിസും ആനും കൂടി എന്ത് ചെയ്യാണ്, കെയ്റ്റിനോട് എന്താണ് അവരുടെ കല്യാണം നടത്തി തരാനുള്ള കൺസെന്റ് ഇവിടെ ചോദിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ സിമ്പതി, ഹി ഷോ സിമ്പതി, കെല്ലർ ഷോ സിമ്പതി, അതായത് ഈ പാരൻസ് ഇവരോട് സിമ്പതി കാണിക്കുകയാണ്. ഹി വിൽ ഹെൽപ്പ് ഹർ ഫാദർ ഇഫ് ഹി കം ബാക്ക് ഫ്രം ദി ജയിൽ. കാരണം ഇയാൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റിൽ ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ഒരു തെറ്റ് കാരണം ജയിലിലോട്ട് പോവുകയാണ്. അപ്പം എന്തായാലും തിരിച്ചു വരണമല്ലോ, തിരിച്ചു വരികയാണ്. ഹി ഓൾസോ വോണ്ട് ടു ഡു സംതിങ് ഫോർ ജോർജ്, അതായത് ജോർജിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് നോക്കുകയാണ്. ജോർജ് വിസിറ്റ്സ് ഹിസ് ഫാദർ അറ്റ് കൊളംബിയ ആൻഡ് കംസ് ടു നോ ദ ട്രൂത്ത് ദാറ്റ് ഹിസ് ഫാദർ ഇസ് നോട്ട് ഗിൽറ്റി. ദ പേഴ്സൺ ഹു ഈസ് റിയലി ഗിൽറ്റി ഈസ് ജോ കെല്ലർ. അതായത് ശരിക്കും ഇവിടെ കുറ്റബോധത്തിൽ ഇരിക്കുന്നത് ജോ കെല്ലറാണ്. ഇയാൾ ആനിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഇയാളുടെ അച്ഛനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആനിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ജോ കെല്ലറിനെ വിസിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹി മീറ്റ്സ് ക്രിസ് ആൻഡ് ടെൽസ് ഹിം അബൌട്ട് ഹിസ് ഫാദർ ജോ കെല്ലർ ഹു ഇസ് എ റിയൽ കൾപ്രിറ്റ്. അതായത് ഇതിലുള്ള ശരിക്കുള്ള കുറ്റവാളി വന്നിട്ട് ജോ കെല്ലറാണ്. കാരണം ഈ അച്ഛൻ തന്നെയാണ് യഥാർത്ഥ കുറ്റവാളി കേട്ടോ. പിന്നെ ഇതിൽ ആൻ എന്ന് പറയുന്നതും ക്രിസ് എന്ന് പറയുന്നതും ജോ കെല്ലറിന്റെ സണ്ണാണ്. ആൻ ഗോവേ, ആൻ പറയുന്ന മകളാണ്, ആൻ പറയുന്നത് മറ്റേ പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുള്ള ആളുടെ മകളാണ്. അവള് വിട്ടുപോവും. ഹി ആസ്ക്, അതായത് ഇവളോട് വിട്ടുപോവാനായിട്ട് ബവൻ പറയും. പിന്നെ ക്രിസ് എന്ന് പറയുന്നത് ജോ കെല്ലറിന്റെ മകനാണല്ലോ, ദ മാൻ റെസ്പോൺസിബിൾ ഫോർ മിസറബിൾ കണ്ടീഷൻ ഓഫ് ദെയർ ഫാദർ. അതായത് അച്ഛൻ ഇങ്ങനെ ഒരു മിസറബിൾ കണ്ടീഷൻ വരാനുള്ള റീസൺ ആണ് സ്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഇത് വിട്ടാക്കുകയാണ്. അങ്ങനെ ഒരു വിള്ളൽ അവർക്കിടയിൽ ഒരു ബ്രേക്കേജ് ഈ ഒരു കംപ്ലീറ്റ് ഇതിലിങ്ങനെ വരുന്നു. George also talks to Joe, tries to make him realize the responsibility. Chris realizes the truth. He asks his father why he did so. Joe confesses his guilt. അതായത് ജോ എന്ത് ചെയ്യണം, സ്വന്തം തെറ്റ് അവിടെ അംഗീകരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ബിലീവ് ചെയ്യുന്നൊരു കാര്യം നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, അതായത് അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ ഈ ചെയ്യുന്നതെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ജോവിനെ ഇയാൾ കുറേ സ്കോൾഡ് ചെയ്യും, അതായത് വഴക്ക് പറയും. എന്നിട്ട് സ്റ്റീവിനെ ബ്ലെയിം ചെയ്യാണ് കേട്ടോ. ആ പാർട്ട്ണർഷിപ്പ് ചെയ്തിട്ടുള്ള ആളില്ലേ സ്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള ആളിനെ നല്ലപോലെ ബ്ലെയിം ചെയ്തിട്ട് ആ ഇംപ്രിസൺമെന്റിൽ നിന്ന് ഇവേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. പിന്നെ ആൻ ആസ്ക് കെയ്റ്റ് ടു accept the truth of the death of Larry. She wants to marry Chris. അതായത് ക്രിസിനെ മാരി ചെയ്യണം എന്ന് പറയാണ്. ആനിന് ക്രിസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു, അപ്പോൾ ക്രിസിനെ മാരി ചെയ്യണമെന്ന് പറയാണ്. She shows the letter which Larry wrote before his suicide. Joe also comes to know the contents of the letters. He comes to know the cause of Larry's suicide. അതായത് ലാരിൻ്റെ സൂയിസൈഡിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇയാൾക്ക് കിട്ടുകയാണ്. പിന്നെ ജോ ചിന്തിക്കും അതായത് ക്രിസിനെ ജയിലിലോട്ട് വിട്ടിട്ട് കെയ്റ്റിനോട് പറയാണ്, അതായത് ഇയാളൊരു മരിച്ചുപോയ മനുഷ്യനാണ്. കാരണം ഓൾറെഡി നമ്മുടെ ഈ ലാരി ഉണ്ട്, ഇയാളുടെ മൂത്ത മോൻ ലാരി ഓൾറെഡി സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്രിസിന്റെ മണ്ടക്കിടാൻ നോക്കുന്നതായിരിക്കാം മേ ബി. ഹി ആസ്ക് ഹർ ടു ബേൺ ഇറ്റ്. ഹി വിൽ നോട്ട് മൈൻഡ് ഇഫ് ഷീ ത്രോസ് ഇറ്റ് ഇൻ ദ ഗട്ടർ. ഹി ഗിവ്സ് എ പ്ലീ ദാറ്റ് ഓൾ പീപ്പിൾ ആർ ഏർണിംഗ് മണി. ഇഫ് ഹി ഗോസ് ടു ജയിൽ, half of the world will have to go to jail. Chris is disillusioned. He never takes his father as a man. He always sees his father as father only. He asks his father what he is going to do after knowing the contents of Larry's letter. Joe realizes the fact that sure, he was my son, but I think to him they were all my sons. പക്ഷെ ഇയാൾ പറയുന്നത് ഇവരെല്ലാവരും എൻ്റെ മക്കളാണ്. After saying so, he goes into the house to be ready to go with Chris to the police station. എന്നിട്ട് ക്രിസിൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. A shot is heard. All of them run towards the room. Chris finds his father lying dead. അതായത് ക്രിസ് ഫൈൻഡ് ചെയ്യുന്നൊരു കാര്യം വന്നിട്ട് ലാസ്റ്റ് എന്താണ്, അച്ഛൻ മരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ he becomes sad and feels sorry as he never wished for such punishment. Kate asks Chris to forget and begin his new life. അങ്ങനെ കെയ്റ്റ് കെല്ലർ എന്ന് പറയുന്നത് ആരാ, നമ്മുടെ ജോ കെല്ലറിന്റെ വൈഫാണ്. അങ്ങനെ പുതിയൊരു ലൈഫ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. ഇതാണ് ഓൾ മൈ സൺസിന്റെ ഒരു കഥ കേട്ടോ. ഇതിൽ ഏകദേശം തന്നെ നിങ്ങൾ വായിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു മോറലും ഏകദേശം കിട്ടിയിട്ടുണ്ടാവും എന്നറിയാം കേട്ടോ. അപ്പോൾ ഓൾ മൈ സൺസിൻ്റെ ഇത് കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ ഗിരീഷ് കർണാടിൻ്റെ ഹയവദന എന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒരു ഇൻട്രോയും സ്റ്റോറിയും കൂടി പറഞ്ഞുതരാം കേട്ടോ. ഞാൻ അടുത്ത കഥ അതാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ താങ്ക് യു.